ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ശരീരം പൊതു അറിവ് എന്ന ഭാഗത്ത് വിസർജന വ്യവസ്ഥയെക്കുറിച്ചാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം. ഉപാപചയ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് വിസർജനം. പ്രധാന വിസർജന അവയവങ്ങൾ ഏതെല്ലാമാണ്? കരൾ, ശ്വാസകോശങ്ങൾ, ത്വക്ക്, വൃക്കകൾ എന്നിവയാണ് പ്രധാന വിസർജന അവയവങ്ങൾ. പ്രധാന വിസർജന അവയവങ്ങൾ ഏതെല്ലാമാണ്? കരൾ, ശ്വാസകോശം, ത്വക്ക്, വൃക്കകൾ എന്നിവയാണ് പ്രധാന വിസർജന അവയവങ്ങൾ. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. ശരീരത്തിലെ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന അവയവം കരളാണ്. മനുഷ്യനിലെ കരളിൻ്റെ ഏകദേശ ഭാരം എത്രയാണ്? 1500 ഗ്രാം. മനുഷ്യനിലെ കരളിൻ്റെ ഏകദേശ ഭാരം 1500 ഗ്രാമാണ്. കരളിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ഹെപ്പറ്റോളജി. കരളിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെപ്പറ്റോളജി എന്നാണ്. അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. അമിതമായി കരളിൽ അടിയുന്ന വൈറ്റമിൻ എ ആണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ കെ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വൈറ്റമിൻ കെ ആണ്. യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം ഏതാണ്? കരൾ. യൂറിയ നിർമ്മാണം നടക്കുന്ന ശരീരഭാഗം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ അമോണിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൈക്കോജൻ. കരളിൽ സൂക്ഷിക്കുന്ന കാർബോഹൈഡ്രേറ്റാണ് ഗ്ലൈക്കോജൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും കരളാണ്. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. പുനരുജ്ജീവന ശക്തിയുള്ള മനുഷ്യ ശരീരത്തിലെ അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവം കരളാണ്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതെല്ലാമാണ്? പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ. കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ, ആൽബുമിൻ എന്നിവയാണ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് ലിവർ സിറോസിസ്. അമിത മദ്യപാനം മൂലം കരളിലെ കോശങ്ങൾക്കുണ്ടാകുന്ന ജീർണാവസ്ഥയാണ് ലിവർ സിറോസിസ്. മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ എന്നാണ്. മദ്യത്തോടുള്ള അതിയായ ആസക്തി അറിയപ്പെടുന്നത് ഡിപ്സോമാനിയ എന്നാണ്. മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് ടോക്സിക് ഹെപ്പറ്റൈറ്റിസ്. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. ഏറ്റവും മാരകമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് എങ്ങനെയെല്ലാമാണ്? രക്തത്തിലൂടെ, ശരീരദ്രവങ്ങളിലൂടെ, അണുവിമുക്തമാക്കാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെ. ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്ന മാർഗങ്ങൾ രക്തത്തിലൂടെ, ശരീരദ്രവങ്ങളിലൂടെ, അണുവിമുക്തമാകാത്ത സൂചി ഉപയോഗിക്കുന്നതിലൂടെയൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത്. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ഏതെല്ലാമാണ്? ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ്
ഇയും. മലിനജലത്തിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയുമാണ്. കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? ഓർണിത്തൈൻ പരിവൃത്തി. കരളിൽ വെച്ച് യൂറിയ നിർമ്മിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഓർണിത്തൈൻ പരിവൃത്തി. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരൾ. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളുന്ന അവയവം ഏതാണ്? ത്വക്ക്. ശരീരത്തിൽ അധികമുള്ള ജലവും ലവണങ്ങളും വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്നത് ത്വക്ക് മുഖേനയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ്? വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്കയാണ്. മനുഷ്യൻ്റെ വൃക്കയുടെ ആകൃതി എന്താണ്? പയർവിത്തിൻ്റെ ആകൃതി. മനുഷ്യൻ്റെ വൃക്കയുടെ ആകൃതി പയർവിത്തിൻ്റെ ആകൃതിയാണ്. രക്തത്തിൽ നിന്നും യൂറിയ, ലവണങ്ങൾ, വിറ്റാമിനുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്ന അവയവം വൃക്കകളാണ്. രക്തത്തിൽ നിന്നും യൂറിയ, ലവണങ്ങൾ, വിറ്റാമിനുകൾ, ശരീരത്തിന് ദോഷകരമായ മറ്റു പദാർത്ഥങ്ങൾ എന്നിവ നീക്കം ചെയ്യപ്പെടുന്നത് വൃക്കകളിലൂടെയാണ്. ലോകത്ത് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം ഏതാണ്? വൃക്ക. ലോകത്ത് ആദ്യമായി മാറ്റിവെക്കപ്പെട്ട അവയവം വൃക്കയാണ്. മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം എത്രയാണ്? 120 ഗ്രാം മുതൽ 170 ഗ്രാം വരെ. മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം 120 ഗ്രാം മുതൽ 170 ഗ്രാം വരെയാണ്. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്താണ്? നെഫ്രോൺ. വൃക്കയുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോണാണ്. നെഫ്രോണിൻ്റെ ഇരട്ട ഭിത്തിയോടുകൂടിയ കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. നെഫ്രോണിൻ്റെ ഇരട്ട ഭിത്തിയോടുകൂടിയ കപ്പ് ആകൃതിയിലുള്ള ഭാഗമാണ് ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം എത്രയാണ്? 12 ലക്ഷത്തോളം. ഓരോ വൃക്കയിലും കാണപ്പെടുന്ന നെഫ്രോണുകളുടെ എണ്ണം 12 ലക്ഷത്തോളമാണ്. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു? 1 മില്ലിലിറ്റർ. ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് 1 മില്ലിലിറ്റർ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? യൂറോക്രോം. മൂത്രത്തിന് മഞ്ഞ നിറം നൽകുന്ന വർണ്ണകം യൂറോക്രോമാണ്. വൃക്കനാളികളിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ, അതായത് ADH. ഇത് വാസോപ്രസിൻ എന്ന പേരിലും അറിയപ്പെടുന്നു. വൃക്കനാളികളിലെ ജലത്തിൻ്റെ പുനരാകിരണ തോത് നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ADH എന്നും അതുപോലെ വാസോപ്രസിൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. മൂത്രത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ വാസോപ്രസിനാണ്. ADH എന്ന ഹോർമോണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. ADH എന്ന രോഗത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 96%. മൂത്രത്തിൽ ജലത്തിൻ്റെ അളവ് 96%വും യൂറിയയുടെ അളവ് 2%വുമാണ്. വൃക്കയിൽ കല്ലുണ്ടാകുന്നത് എങ്ങനെയാണ്? കാൽസ്യം ലവണങ്ങൾ അടിഞ്ഞുകൂടിയാണ് വൃക്കയിൽ കല്ലുണ്ടാകുന്നത്. വൃക്കയിലെ കല്ല് രാസപരമായി അറിയപ്പെടുന്നത് കാൽസ്യം ഓക്സലേറ്റ് എന്നാണ്. വൃക്കയിലെ കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കകളിലെ കല്ലിൻ്റെ അനക്കം മൂലം മൂത്രപഥത്തിൽ ഉണ്ടാകുന്ന വേദനയാണ് റീനൽ കോളിക്. വൃക്കയിലെ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ലിതോട്രിപ്റ്റർ. വൃക്കയിലെ കല്ല് പൊടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലിതോട്രിപ്റ്ററാണ്. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. മൂത്രത്തിലൂടെ രക്തം പോകുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. 2 വൃക്കകളും ഒരുപോലെ പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് യുറീമിയ. ശരീരത്തിൽ ഉണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം ഉണ്ടാകുന്ന വീക്കമാണ്
നെഫ്രൈറ്റിസ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധയോ വിഷബാധയോ മൂലം ഉണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് നെഫ്രക്ടമി എന്നാണ്. വൃക്ക നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് നെഫ്രക്ടമി. വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ആധുനിക സംവിധാനമാണ് ഹീമോഡയാലിസിസ്. വൃക്കകൾ പൂർണ്ണമായും തകരാറിലാകുന്ന സാഹചര്യത്തിൽ രക്തത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ആധുനിക സംവിധാനമാണ് ഹീമോഡയാലിസിസ്. രക്തം കൃത്രിമ വൃക്കയിലൂടെ കടത്തിവിട്ട് ശുദ്ധീകരിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ്. 1954 ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസഫ് ഇ മുറയാണ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? ഡോക്ടർ വില്യം ജോഹാൻ കോൾഫ്. ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത വ്യക്തി ഡോക്ടർ വില്യം ജോഹാൻ കോൾഫാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.